അവർക്കും BBR-PSCയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കുറച്ച് കെമിസ്ട്രിയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സുമാണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്: താഴെ തന്നിരിക്കുന്ന ജോഡികളിൽ ഐസോടോപ്പുകൾ ഏതെല്ലാം എന്നതാണ് ചോദ്യം. ഇതിലെ ആൻസർ എന്ന് പറയുന്നത് 2ഉം 4ഉമാണ്. കാർബൺ 12, 13, ഹൈഡ്രജൻ H2, 3 ഇതില്ലേ, ഇത് ഈ 2ഉം 4ഉമാണ്. എന്തല്ലാത്തത്? ഐസോടോപ്പുകൾ ആയത് ഈ 2ഉം 4ഉമാണ്. അതെങ്ങനെ കിട്ടി എന്നുള്ളത് നമുക്ക് നോക്കാം. അടുത്തത് ബോക്സൈറ്റ് എന്നത് ഏത് ലോഹത്തിൻ്റെ അയിരാണ്? ബോക്സൈറ്റ് അലൂമിനിയത്തിൻ്റെ. മൂലകങ്ങളെ അവയുടെ അറ്റോമിക നമ്പറിൻ്റെ അടിസ്ഥാനത്തിൽ ആദ്യമായി വർഗീകരണം നടത്തിയത് ആരാണ്? മോസ്ലി. ഒരു ജലതന്മാത്രയിലെ ആകെ ആറ്റങ്ങളുടെ എണ്ണം എത്രയാണ്? ഒരു ജലതന്മാത്രയിലെ ആകെ ആറ്റങ്ങളുടെ എണ്ണം 3. അടുത്തത് ബേക്കിംഗ് സോഡ എന്ന പദാർത്ഥത്തിൻ്റെ രാസസൂത്രം ഏതാണ്? ബേക്കിംഗ് സോഡ സോഡിയം ബൈകാർബണേറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ. ഇത്രയുമാണ് ക്വസ്റ്റ്യൻസ്. നമുക്ക് ഇതിനെക്കുറിച്ച് നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഐസോടോപ്പുകൾ എന്താണെന്നല്ലേ നമുക്ക് നോക്കാമേ. ഐസോടോപ്പുകൾ എന്താണെന്ന് നോക്കാം. അറ്റോമിക നമ്പറും അറ്റോമിക മാസും. ഒരു ആറ്റത്തിലെ പ്രോട്ടോണുകളുടെ ആകെ എണ്ണമാണ് അറ്റോമിക നമ്പർ. അറ്റോമിക നമ്പർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ആറ്റത്തിലെ പ്രോട്ടോണുകളുടെ ആകെ എണ്ണമാണ് അറ്റോമിക നമ്പർ. അറ്റോമിക നമ്പറിനെ സൂചിപ്പിക്കുന്നത് ഏത് സംഖ്യ കൊണ്ടാണ്? Z. ഒരാറ്റത്തിലെ പ്രോട്ടോണുകളുടെയും ന്യൂട്രോണുകളുടെയും ആകെ എണ്ണമാണ് അറ്റോമിക മാസ്. പ്രോട്ടോണുകളുടെ എണ്ണം അറ്റോമിക നമ്പറും പ്രോട്ടോണുകളുടെയും ഇലക്ട്രോണുകളുടെയും കൂടി എണ്ണമാണ് അറ്റോമിക മാസ്. നോക്കാം. ഒരാറ്റത്തിൻ്റെ അറ്റോമിക മാസിനെ സൂചിപ്പിക്കുന്ന പ്രതീകമാണ് A എന്നാണ് അറ്റോമിക മാസിനെ സൂചിപ്പിക്കുന്നത്. ആറ്റത്തിലെ ന്യൂക്ലിയസിലുള്ള പ്രോട്ടോണുകളുടെയും ന്യൂട്രോണുകളെയും പൊതുവെ ഒന്നിച്ചു ചേർത്ത് വിളിക്കുന്നതാണ് ന്യൂക്ലിയോണുകൾ. എന്തുവാണ്? ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിനുള്ളിൽ എന്തൊക്കെയുണ്ട്? പ്രോട്ടോണും ഉണ്ട്, ന്യൂട്രോണും ഉണ്ട്. അതിനെ പൊതുവെ വിളിക്കുന്ന പേരാണ് ന്യൂക്ലിയോണുകൾ. ന്യൂക്ലിയസുകളുടെ ആകെ എണ്ണമാണ് മാസ് നമ്പർ. ന്യൂക്ലിയസിനകത്തുള്ള പ്രോട്ടോണുകളുടെയും ന്യൂട്രോണുകളുടെയും ആകെ എണ്ണത്തെ എന്തെന്ന് പറയുന്നു? മാസ് നമ്പർ. അറ്റോമിക നമ്പർ എന്തുവാണ്? പ്രോട്ടോണുകളുടെ എണ്ണം. അടുത്ത നോക്കാം. ഒരേ മാസ് നമ്പറും വ്യത്യസ്ത അറ്റോമിക നമ്പറുമുള്ള ആറ്റങ്ങളാണ് ഐസോബാർ. എന്തുവാണ് പറയുന്നത്? ഐസോബാർ എന്ന് പറഞ്ഞാൽ എന്തെന്നാണ് പറയുന്നത്? ഐസോബാറുകൾ എന്താണ്? ഒരേ മാസ് നമ്പറും വ്യത്യസ്ത അറ്റോമിക നമ്പറുമുള്ള ആറ്റങ്ങളെയാണ് ഐസോബാറുകൾ എന്ന് പറയുന്നത്. ഇത് നോക്കിയാണ് കാൽസ്യം 20 എന്ന് എഴുതിയേക്കുന്നത് കണ്ടോ? ഇതിൽ ഈ 20 എന്ന് പറയുന്നതാണ് എന്താ? അറ്റോമിക നമ്പർ. ഈ ആർഗണിലെ ഈ 18 ഇല്ലേ, അതാണ് അറ്റോമിക നമ്പർ. ഇത് നോക്കിയാണ് ആർഗൺ 80യും കാൽസ്യം 20യും അതെന്താണ്? വ്യത്യസ്ത അറ്റോമിക നമ്പർ അല്ലേ? മുകളിൽ എഴുതിയേക്കുന്നതാണ് മാസ് നമ്പർ. മുകളിൽ എഴുതിയേക്കുന്ന മാസ് നമ്പർ രണ്ടും സെയിം ആണ്, 14 ആണ്. അപ്പം മാസ് നമ്പർ എന്താണ്? സെയിമും അറ്റോമിക നമ്പർ വ്യത്യസ്തവുമാണെങ്കിൽ അതിനെ എന്തെന്ന് പറയാം? ഐസോബാറുകൾ എന്ന് പറയാം. മനസ്സിലായോ? ഒരേ മാസ് നമ്പറും വ്യത്യസ്ത അറ്റോമിക നമ്പറും ഉള്ള ആറ്റങ്ങളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഐസോബാറുകൾ. അടുത്ത നോക്കാം. ഒരേ അറ്റോമിക നമ്പറും വ്യത്യസ്ത മാസ് നമ്പറും ഉള്ളതിനെ എന്തെന്ന് പറയാം? ആറ്റങ്ങളെ ഐസോടോപ്പുകൾ. മാസ് നമ്പർ നമ്മൾ എപ്പോഴും ടോപ്പിലല്ലേ എഴുതുന്നത്, അത് വ്യത്യസ്തമായിരിക്കും. മാസ് നമ്പർ ടോപ്പിൽ എഴുതുന്ന ആ മാസ് നമ്പർ വ്യത്യാസം, അതാണ് ഐസോടോപ്പുകൾ എന്ന് പറയുന്നത്. നോക്കിയാണ് ഇവിടെ ഹൈഡ്രജൻ്റെ ഐസോടോപ്പ് നോക്കിയാണ് ഏതൊക്കെയാണത്? പ്രൊട്ടിയവും ഡ്യൂട്ടീരിയവും ഇല്ലേ? അത് H11, H12. ഇതിൽ നോക്കിയാണ് ഇവിടെ രണ്ടും 1 അല്ലേ കൊടുത്തിരിക്കുന്നത്. അത് രണ്ടും എന്താണ്? സെയിം അറ്റോമിക നമ്പർ. മുകളിൽ എഴുതിയിരിക്കുന്ന മാസ് നമ്പറിലാണ് വ്യത്യാസം. മാസ് നമ്പറിൽ വ്യത്യാസം വന്നാൽ അതിനെ എന്തെന്ന് പറയും? ഐസോടോപ്പുകൾ എന്ന് പറയും. ഒരേ എണ്ണം ന്യൂട്രോണുകൾ അടങ്ങിയ ആറ്റങ്ങളെയാണ് ഐസോടോണുകൾ എന്ന് പറയുന്നത്. ഐസോടോണുകൾ എന്തുവാണ് പറയുന്നത്? ഒരേ എണ്ണം ന്യൂട്രോണുകളെ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? ഈ മാസ് നമ്പറിൽ നിന്ന് ഈ അറ്റോമിക നമ്പർ അങ്ങ് കുറയ്ക്കുമ്പം നമുക്ക് എന്തോ കിട്ടും? ഐസോടോണുകൾ, ന്യൂട്രോണുകളുടെ എണ്ണം കിട്ടും. മാസ് നമ്പറിൽ നിന്ന് അറ്റോമിക നമ്പർ കുറയ്ക്കുമ്പം എന്ത് കിട്ടും? ന്യൂട്രോണുകളുടെ എണ്ണം. 15 നിന്ന് 7 പോകുമ്പം എത്രയാണ്? 8 അല്ലേ? ഇതാ ഈ 14 നിന്ന് 6 പോയാലും
8 കിട്ടുന്നത്. അതായത് ഇതിൻ്റെ വ്യത്യാസം സെയിം ആണ്. നൈട്രജൻ്റെയും കാർബണിൻ്റെയും എന്തുവാണ് അറ്റോമിക മാസും അറ്റോമിക നമ്പറും കൂടി മൈനസ് ചെയ്യുമ്പം കിട്ടുന്ന ആൻസർ സെയിം 8 ആണ്. അതാണ് എന്തെന്ന് പറയുന്നത്, ന്യൂട്രോണുകളുടെ എണ്ണം എന്ന് പറയുന്നത്. അതിനെ ഐസോട്ടോണുകൾ എന്ന് അറിയപ്പെടുന്നു. നോക്കിയാണ് അറ്റോമിക നമ്പർ. പ്രോട്ടോണുകളുടെ ഇലക്ട്രോണുകളുടെയും എണ്ണമാണ് അറ്റോമിക നമ്പർ. പ്രോട്ടോണുകളുടെയോ ഇലക്ട്രോണുകളുടെയോ എണ്ണത്തെ നമ്മൾ എന്തെന്ന് പറയും, അറ്റോമിക നമ്പർ എന്ന് പറയും. പ്രോട്ടോണുകളുടെയും ഇലക്ട്രോണുകളുടെ എണ്ണം എപ്പോഴും സെയിം ആയിരിക്കും. പ്രോട്ടോണുകളുടെ എണ്ണം, ഇലക്ട്രോണുകളുടെ എണ്ണം, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, അറ്റോമിക നമ്പർ. മാസ് നമ്പർ എന്ന് പറഞ്ഞാൽ പ്രോട്ടോണുകളുടെ എണ്ണവും ന്യൂട്രോണുകളുടെ എണ്ണവും കൂടി കൂട്ടുന്നതാണ്. പ്രോട്ടോണുകളുടെ എണ്ണവും ന്യൂട്രോണുകളുടെ എണ്ണവും കൂടി കൂട്ടുമ്പോൾ മാസ് നമ്പർ, അതായത് നമ്മൾ ഈ ന്യൂക്ലിയസിനകത്തല്ലേ പ്രോട്ടോണും ന്യൂട്രോണും ഇരിക്കുന്നത്, അത് രണ്ടും കൂടി കൂട്ടുന്നത് മാസ് നമ്പറും. വെളിയിലുള്ള ഇലക്ട്രോണുകൾ, പ്രോട്ടോണുകളുടെയോ ഇലക്ട്രോണുകളുടെയോ എണ്ണത്തെയാണ് എന്തെന്ന് പറയുന്നത്, അറ്റോമിക നമ്പർ. ന്യൂട്രോണുകളുടെ എണ്ണം എങ്ങനെ കണ്ടുപിടിക്കും, മാസ് നമ്പർ മൈനസ് അറ്റോമിക നമ്പർ. അതാണ് ന്യൂട്രോണുകളുടെ എണ്ണം. ഇനി ഐസോട്ടോപ്പ്. ഐസോട്ടോപ്പ് കണ്ടെത്തിയ വ്യക്തിയുടെ പേരെന്താണ്, ഫെഡറിക് സോഡി. എന്താണ് വ്യക്തിയുടെ പേര്, ഫ്രെഡറിക് സോഡി. ഐസോട്ടോപ്പ് സോഡി. ഏറ്റവും കൂടുതൽ ഐസോട്ടോപ്പുകളുള്ള മൂലകമാണ് ടിൻ. ടിന്നിൻ്റെ ഐസോട്ടോപ്പുകളുടെ എണ്ണം എത്രയാണ്, 10. ടിന്നിൻ്റെ ഐസോട്ടോപ്പുകളുടെ എണ്ണം 10. ഹൈഡ്രജൻ്റെ ഐസോട്ടോപ്പുകൾ ഏതൊക്കെയാണ്, പ്രോട്ടിയം, ഡ്യൂട്ടീരിയം, ട്രിഷ്യം. നോക്കാം. ഏറ്റവും ലളിതമായ ഹൈഡ്രജൻ്റെ ഐസോട്ടോപ്പാണ് പ്രോട്ടിയം. ഏറ്റവും ലളിതമായ ഹൈഡ്രജൻ്റെ ഐസോട്ടോപ്പ് ഏതാണ്, പ്രോട്ടിയം. അടുത്തത് ന്യൂക്ലിയർ റിയാക്ടറുകളിൽ ഉപയോഗിക്കുന്ന ഹൈഡ്രജൻ്റെ ഐസോട്ടോപ്പ് ഏതാണ്, ഡ്യൂട്ടീരിയം. ന്യൂക്ലിയർ റിയാക്ടറുകളിൽ അവരെപ്പോഴും ഡ്യൂട്ടിയിലായിരിക്കും, റിയാക്ടറിൻ്റെ അകത്ത് ഡ്യൂട്ടീരിയം, അങ്ങനെ ഓർത്ത് വെച്ചിരുന്നാൽ മതി. ന്യൂക്ലിയർ റിയാക്ടറുകളിൽ ഡ്യൂട്ടീരിയം. ഏറ്റവും ലളിതമായത് പ്രോട്ടിയം. റേഡിയോ ആക്റ്റീവ് ഹൈഡ്രജൻ്റെ ഐസോട്ടോപ്പ് ഏതാണ്, റേഡിയോ ആക്റ്റീവ് ട്രിഷ്യം. റേഡിയോ ആക്റ്റീവ് ഏതാണ്, ട്രിഷ്യം. പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഹൈഡ്രജൻ്റെ ഐസോട്ടോപ്പ് ഏതാണ്, പ്രോട്ടിയം. പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ പ്രോട്ടിയം. കാർബണിൻ്റെ ഐസോട്ടോപ്പുകളാണ് ഏതൊക്കെയെന്ന് പറയുന്നത്, കാർബൺ 12, കാർബൺ 13, കാർബൺ 14. ഇതെല്ലാം എന്താണ്, കാർബണിൻ്റെ ഐസോട്ടോപ്പുകളാണ്. പ്രകൃതിയിൽ കാർബൺ 99% പ്രകൃതിയിലെ കാർബണിൻ്റെ 99% ഏത് ഐസോട്ടോപ്പുകളാണ് ഉൾക്കൊള്ളുന്നത്, കാർബൺ 12. മൂലകങ്ങളെ അറ്റോമിക മാസ് അളക്കുന്നതിനുള്ള പ്രമാണമായി സ്വീകരിച്ചിട്ടുള്ള കാർബണിൻ്റെ ഐസോട്ടോപ്പ് ഏതാണ്, കാർബൺ 12. കാർബണിൻ്റെ റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്പാണ് കാർബൺ 14. കാർബൺ 14 ചരിത്രാതീത കാലത്തെ വസ്തുക്കളെയും ഫോസിലുകളുടെയും കാലപ്പഴക്കം നിർണ്ണയിക്കുന്നതിന് ഉപയോഗിക്കുന്ന കാർബണിൻ്റെ ഐസോട്ടോപ്പാണ് കാർബൺ 14. കാർബൺ 14ൻ്റെ അർദ്ധായുസ് എത്രയാണ്, 570 വർഷം. അതിൽ 5770, 570 അല്ല 5770 വർഷമാണ് എന്തെന്ന് പറയുന്നത്, കാർബൺ 14ൻ്റെ അർദ്ധായുസ്. കാർബൺ ഡേറ്റിംഗ് കണ്ടുപിടിച്ചത് ആരാണ്, വില്യാർഡ് ലിബി. നമ്മൾ ലിബി ഇല്ലേ, ലിബി. കാർബൺ ഡേറ്റിംഗ് കണ്ടുപിടിച്ചത് വില്യാർഡ് ലിബി. സസ്യങ്ങളിലെ പദാർത്ഥ വിനിമയം തിരിച്ചറിയാനുള്ള ട്രേസറായി ഉപയോഗിക്കുന്ന ഫോസ്ഫറസിൻ്റെ ഐസോട്ടോപ്പാണ് എന്ത്, ഫോസ്ഫറസ് 31. ആണവ നിലയങ്ങളിൽ ഇന്ധനമായി ഉപയോഗിക്കുന്ന യുറേനിയത്തിൻ്റെ ഐസോട്ടോപ്പ് ഏതാണ്, യുറേനിയം 235. ക്യാൻസർ, ട്യൂമർ തുടങ്ങിയ രോഗങ്ങളുടെ ചികിത്സയ്ക്കും രോഗനിർണയത്തിനും ഉപയോഗിക്കുന്ന ഐസോട്ടോപ്പുകളാണ് അയഡിൻ 131, കൊബാൾട്ട് 16. കൊബാൾട്ട് 16 എന്തിനാണ് ഉപയോഗിക്കുന്നത്, കൊബാൾട്ട് 16 ക്യാൻസർ ചികിത്സയ്ക്ക്, ഗോൾഡ് 198, ഗോൾഡ് 198 ലുക്കീമിയ ചികിത്സയ്ക്ക്, അയഡിൻ 131 എന്തിനാണ്, ഹൈപ്പർ തൈറോയിഡ് ചികിത്സയ്ക്ക്. അയഡിൻ്റെ കുറവ് മൂലമാണ് തൈറോയിഡ് വരുന്നതെന്നൊക്കെ പഠിച്ചിട്ടില്ലേ, ഹൈപ്പർ തൈറോയിഡ് ചികിത്സയ്ക്ക്. ഇനി അടുത്തത് സോഡിയം 24 ആൻജിയോഗ്രാം ടെസ്റ്റിന്, ഫോസ്ഫറസ് 32 എന്താണ്, സ്കിൻ ബോൺ ക്യാൻസർ ചികിത്സയ്ക്ക്. സ്കിന്നിനും ബോൺ ക്യാൻസർ ചികിത്സയ്ക്കും ഫോസ്ഫറസ് 32. അയൺ 59 എന്തിനാണ്, അനീമിയ ചികിത്സയ്ക്ക്. മെർക്കുറി 197 എന്തിനാണ്, കിഡ്നി സ്കാനിങ്. ടെക്നീഷ്യം 99 എന്തിനാണ്, ഗാമാറേ സ്കാനിങ്. ഇനി അടുത്തതായി നോക്കാം,
നമ്മൾ ഇപ്പം പഠിച്ചല്ലോ, അതിനെക്കുറിച്ച് ഇതും കൂടി നോക്കിയിട്ട് എക്സ്പ്ലനേഷനിലോട്ട് പോകാമേ. അയോണുകൾ എന്താണ്? അയോണുകൾ ഒരാറ്റം ഇലക്ട്രോണുകൾ നഷ്ടപ്പെടുത്തിയാൽ ഉണ്ടാകുന്ന ചാർജ് പോസിറ്റീവ്. നമ്മൾ ഒരെണ്ണം എന്തെങ്കിലും നഷ്ടപ്പെടുത്തുന്ന ഒരാൾക്ക് കൊടുക്കുമ്പോൾ നല്ല കാര്യം, അത് പോസിറ്റീവ്. ഒരാറ്റം ഇലക്ട്രോണുകളെ സ്വീകരിച്ചാൽ ഉണ്ടാകുന്നത് നെഗറ്റീവ്. ചാർജുള്ള ആറ്റങ്ങൾ അറിയപ്പെടുന്നത് എന്താണ്? അയോണുകൾ. പോസിറ്റീവ് ചാർജുള്ള അയോണുകളാണ് കാറ്റയോൺ. പോസിറ്റീവ് ചാർജുള്ള അയോണുകളുടെ പേരെന്താണ്? കാറ്റയോൺ. നെഗറ്റീവ് ചാർജുള്ളത് ആനയോൺ. കാറ്റയോണുകളും ആനയോണുകളും പരസ്പരം ആകർഷിച്ചുണ്ടാകുന്ന മിശ്രിതമാണ് ഏത്? ലവണങ്ങൾ. കാറ്റയോണുകളും ആനയോണുകളും പരസ്പരം ആകർഷിച്ചുണ്ടാകുന്ന മിശ്രിതമാണ് ലവണങ്ങൾ. ഹൈഡ്രജൻ്റെ കാര്യം പറഞ്ഞില്ലേ, പ്രോട്ടിയം, ഡ്യൂട്ടീരിയം, ട്രിഷ്യം, ഹൈഡ്രജൻ്റെ ഐസോട്ടോപ്പുകൾ. അത് നമുക്ക് ഒന്നും കൂടി നല്ലപോലെ നോക്കാം. ഇത് നോക്കിയാണ് ഹൈഡ്രജൻ്റെ പ്രോട്ടിയത്തിൽ എന്താണ് ഉള്ളത്? ഹൈഡ്രജൻ്റെ പ്രോട്ടിയത്തിൽ എന്താണുള്ളത്? ഒരു ഇലക്ട്രോണും ഒരു പ്രോട്ടോണും. കണ്ട, പ്രോട്ടോണുകളുടെയും ന്യൂട്രോണുകളുടെയും എണ്ണം അല്ലേ മാസ് നമ്പർ എന്ന് പറയുന്നത്. അവിടെ ഒന്നല്ലേ ഉള്ളൂ, ഒരു പ്രോട്ടോൺ അല്ലേ ഉള്ളൂ. അതുകൊണ്ട് മാസ് നമ്പർ 1. ഒരു ഇലക്ട്രോണേ ഉള്ളൂ, അതുകൊണ്ട് എന്താണ്? അറ്റോമിക നമ്പർ 1. അങ്ങനെയാണ് H11 എന്നിങ്ങനെ എഴുതിയേക്കുന്നത്. ഇനി അടുത്ത നോക്കിയാണ് ഡ്യൂട്ടീരിയത്തിൻ്റെ കാര്യം നോക്കിയാണ്. എന്തൊക്കെ മാസ് നമ്പർ മുകളിൽ എഴുതുന്നതല്ലേ? ഏതൊക്കെയുണ്ട്? ഒരു പ്രോട്ടോണും ഉണ്ട്, ഒരു ന്യൂട്രോണും ഉണ്ട്. അതുകൊണ്ടാണ് അവിടെ മാസ് നമ്പർ 2 വന്നിരിക്കുന്നത്. ഒരു ഇലക്ട്രോൺ അല്ലേ ഉള്ളൂ, അതുകൊണ്ടാണ് അറ്റോമിക നമ്പർ 1 വന്നിരിക്കുന്നത്. അതാണ് ഡ്യൂട്ടീരിയം. ഇനി ട്രിഷ്യത്തിൻ്റെ കാര്യം നോക്കാം. ട്രിഷ്യത്തിനകത്ത് എന്താണ് എഴുതിയേക്കുന്നത്? 3 എണ്ണം ഉണ്ട്. 2 ന്യൂട്രോണും ഒരു പ്രോട്ടോണും ഉണ്ട്. അങ്ങനെ മൊത്തം 3 എണ്ണം ഉണ്ട്. അതാണ് ട്രിഷ്യത്തിൻ്റെ അവിടെ 3 എന്ന് എഴുതിയേക്കുന്നത്. എത്ര ഇലക്ട്രോണേ ഉള്ളൂ? ഒരു ഇലക്ട്രോൺ മാത്രമേ ഉള്ളൂ. മനസ്സിലായോ അതെങ്ങനെയാണ് വന്നതെന്ന്? പ്രോട്ടിയവും ഡ്യൂട്ടീരിയവും ട്രിഷ്യവും എങ്ങനെ വന്നെന്ന് മനസ്സിലായല്ലോ. ഇവിടെ ഉള്ളതിന് ഒരു ഇലക്ട്രോൺ, ഇവിടെ ഉള്ളതിന് എന്തുണ്ട്? എല്ലാത്തിലും എന്തേ ഉള്ളൂ? ഓരോ ഇലക്ട്രോൺ വീതമേ ഉള്ളൂ. എന്നാൽ ആദ്യം ഒരു പ്രോട്ടോൺ, അടുത്തതിൽ ഒരു പ്രോട്ടോണും ഒരു ന്യൂട്രോണും, അപ്പോൾ മാസ് നമ്പർ 2 അടുത്തതിനകത്ത് പ്രോട്ടോണും 2 ന്യൂട്രോണും, അപ്പോൾ മാസ് നമ്പർ എത്രയായി? 3 മനസ്സിലായോ അത് എങ്ങനെയാണ് വന്നതെന്ന്? ഇനി അടുത്തതായിട്ട് കാർബണിൻ്റെ ഐസോട്ടോപ്പുകളെ നോക്കിയാണ്. കാർബണിൻ്റെ ഐസോട്ടോപ്പ് എടുക്കുമ്പം എങ്ങനെയാണ് വരുന്നതെന്ന് നോക്കിയാണ്. ഇവിടെ കാർബൺ 12, കാർബൺ 13, കാർബൺ 14. എന്തുമാത്രം വ്യത്യാസം വരുന്നു? മാസ് നമ്പർ ഇല്ലേ? ടോപ്പിലുള്ളതിൽ വ്യത്യാസം വരുന്നതാണ് ഐസോട്ടോപ്പ്. ഏത്? മാസ് നമ്പർ മാത്രം വ്യത്യാസം. എന്നാൽ അറ്റോമിക നമ്പർ ഏത് തന്നെയാണ്? 6 തന്നെയാണ്. അതെങ്ങനെ വരുന്നതെന്ന് നോക്കിയാണ്. കാർബൺ 12 എങ്ങനെയാണ്? 6 പ്രോട്ടോണും 6 ന്യൂട്രോണും ആണ് ഉള്ളത്. അതുകൊണ്ടാണ് അവിടെ മാസ് നമ്പർ 12 എന്ന് വന്നത്. അറ്റോമിക നമ്പർ, അതായത് ഇലക്ട്രോണുകളുടെ എണ്ണം എത്ര തന്നെയാണ്? 6 തന്നെയാണ് എപ്പോഴും. ഇവിടെയും ഇലക്ട്രോണുകളുടെ എണ്ണം 6 തന്നെയാണ് ഇല്ലേ? പ്രോട്ടോണുകളുടെ എണ്ണവും ന്യൂട്രോണുകളുടെ എണ്ണവും കൂടി കൂട്ടുന്നതല്ലേ മാസ് നമ്പർ. അതായത് പ്രോട്ടോണുകൾ 6ഉം ഉണ്ട്, ന്യൂട്രോണുകൾ എത്രയുണ്ട്? 7ഉം ഉണ്ട്. പ്രോട്ടോണും ന്യൂട്രോണും കൂടി കൂട്ടുന്ന മാസ് നമ്പർ 13 വന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായില്ലേ? അതായത് ഇതിൻ്റെ അകത്ത് എന്തോ മാത്രം വ്യത്യാസം വരുന്നു? ന്യൂട്രോണുകളുടെ എണ്ണത്തിൽ മാത്രം വ്യത്യാസം വരുന്നു. ഇവിടെ നോക്കിയാണ് വീണ്ടും 6 പ്രോട്ടീനും എത്ര? 8 എന്തും വരുന്നുണ്ട്? 8 ന്യൂട്രോണും വരുന്നുണ്ട്. അപ്പോഴാണ് അവിടെ മാസ് നമ്പർ എത്രയെന്ന് വന്നത്? 14 എന്ന് വന്നത്. മനസ്സിലായോ ഞാൻ പറയുന്നത്? അതായത് ഇലക്ട്രോണുകളുടെ എണ്ണം, അതായത് ഈ ഇലക്ട്രോണുകളുടെ എണ്ണം എപ്പോഴും 6 തന്നെയാണ്. അതുകൊണ്ടാണ് എന്ത് മാറ്റം വരാത്തത്? അറ്റോമിക നമ്പർ. പ്രോട്ടോണുകളുടെയോ ഇലക്ട്രോണുകളുടെയോ എണ്ണമാണ് അറ്റോമിക നമ്പർ. പ്രോട്ടോണുകളുടെയോ ഇലക്ട്രോണുകളുടെയോ എണ്ണമാണ് എന്തെന്ന് പറയുന്നത്? അറ്റോമിക നമ്പർ. അത് എപ്പോഴും എത്ര തന്നെയാണ്? 6 തന്നെയാണ്. എന്നാൽ മാസ് നമ്പർ എന്തുവാണ്? ആ ന്യൂക്ലിയസിൻ്റെ അകത്ത് കാണുന്ന 2 എണ്ണത്തിൻ്റെ നമ്പറാണ്. പ്രോട്ടോണിൻ്റെയും ന്യൂട്രോണിൻ്റെയും മാസ് നമ്പറാണ്. പ്രോട്ടോണിൻ്റെയും ന്യൂട്രോണിൻ്റെയും ആകെ എണ്ണമാണ് മാസ് നമ്പർ. അതിൽ മാത്രമാണ് വ്യത്യാസം വരുന്നത്. ആദ്യത്തതിൽ എന്തുണ്ടായിരുന്നു? 6 ന്യൂട്രോൺ, അടുത്തതിൽ 7 ന്യൂട്രോൺ, അടുത്തതിൽ 8 ന്യൂട്രോൺ. അതുകൊണ്ടാണ് ആ മാസ് നമ്പറിൽ വ്യത്യാസം വന്നത്. മനസ്സിലായല്ലോ? വ്യത്യസ്ത മാസ് നമ്പറും ഒരേ അറ്റോമിക നമ്പറും ഉള്ള മൂലകങ്ങളെയാണ് ഐസോടോപ്പുകൾ എന്ന് പറയുന്നത്. അതിന് ഉദാഹരണമാണ് കാർബൺ 12, കാർബൺ 13, കാർബൺ 14. മനസ്സിലായല്ലോ? ഇനി അടുത്തതായിട്ട് നമുക്ക് ഐസോബാറുകൾ എന്താണെന്ന് നോക്കാമേ. ഐസോബാർ എന്ന് പറയുമ്പോൾ എന്തുവാണ്? ഒരേ മാസ് നമ്പർ ആയിരിക്കും. മുകളിൽ എഴുതിയേക്കുന്നതിന് വ്യത്യാസമൊന്നുമില്ല. 14, 14, 14. ഏതൊക്കെയാണ്? ആർഗൺ, പൊട്ടാസ്യം, കാൽസ്യം. എല്ലാത്തിൻ്റെയും മാസ് നമ്പർ എത്ര തന്നെ വന്നിരിക്കുവാണ്? 14 എന്ന് തന്നെ വന്നിരിക്കുകയാണ്. എന്തിന് മാത്രം വ്യത്യാസം വന്നിരിക്കുന്നു? അറ്റോമിക നമ്പറിന് മാത്രം വ്യത്യാസം വന്നിരിക്കുന്നു. എങ്ങനെയാണ് അറ്റോമിക നമ്പറിന് എങ്ങനെയാണ് വ്യത്യാസം വന്നതെന്ന് നോക്കാം.
അതായത് നമുക്ക് നോക്കാം. ഇപ്പം കാർബണിൻ്റെ കാര്യം എടുക്കുകയാണെ, ആർഗണിൻ്റെ കാര്യം എടുക്കുമ്പം എങ്ങനെയാണ്? 18 പ്രോട്ടോണും 22 ന്യൂട്രോണും. ടോട്ടൽ എത്ര മാസ് നമ്പർ വരും? 18 + 22 40. ഇവിടെ നോക്കിയാണ് പൊട്ടാസ്യത്തിൻ്റെ കാര്യം എടുക്കുമ്പം 19 പ്രോട്ടോണും 21 ന്യൂട്രോണും. മാസ് നമ്പർ എത്ര വന്ന്? 40. അടുത്ത കാൽസ്യത്തിൻ്റെ കാര്യം എടുക്കുമ്പം 20 പ്രോട്ടോണും 20 ന്യൂട്രോണും. മാസ് നമ്പർ 14 എന്ന് വന്ന. എന്നാൽ അറ്റോമിക നമ്പറിൽ വരുമ്പം എന്തുവാണ്? ഇവിടെ 18 ഇലക്ട്രോൺ ഉണ്ട്, അടുത്തതിൽ 19 ഇലക്ട്രോൺ ഉണ്ട്, അടുത്തതിൽ 20 ഇലക്ട്രോൺ ഉണ്ട്. പ്രോട്ടോണുകളുടെയോ ഇലക്ട്രോണുകളുടെയോ നമ്പർ അല്ലേ? പ്രോട്ടോണുകളുടെയോ ഇലക്ട്രോണുകളുടെയോ നമ്പറാണ് അറ്റോമിക നമ്പർ എന്ന് പറയുന്നത്. അതിൽ മാത്രം വ്യത്യാസം വന്നിരിക്കുന്നു. അതാണ് എന്തെന്ന് പറയുന്നത്? ഐസോബാറുകൾ എന്ന് പറയുന്നത്. മനസ്സിലായോ? അതായത് അറ്റോമിക നമ്പറിൽ മാത്രം ഇലക്ട്രോണുകളുടെ എണ്ണത്തിലുള്ള വ്യത്യാസം. എല്ലാവർക്കും ഐസോടോപ്പും ഐസോബാറും മനസ്സിലായല്ലോ. ഐസോടോപ്പ് എന്ന് പറയുമ്പം ടോപ്പിലുള്ളത് വ്യത്യാസമായിരിക്കും. മാസ് നമ്പർ വ്യത്യാസമായിട്ടുള്ളതിനെ ഐസോടോപ്പ് എന്നും, അറ്റോമിക നമ്പർ വ്യത്യാസമാണെങ്കിൽ അതിനെ എന്തോന്ന് പറയും? ഐസോബാർ എന്നും പറയും. മനസ്സിലായല്ലോ? അപ്പം അടുത്തതായിട്ട് നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ എന്തുവായിരുന്നു? ഒരു ജലതന്മാത്രയിലെ ആകെ ആറ്റങ്ങളുടെ എണ്ണം. എങ്ങനെയാണ് ആറ്റങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കുന്നത്? നോക്കിയാണ് H2O എന്നല്ലേ. ഇതിൻ്റെ അകത്ത് എത്ര ആറ്റം ഉണ്ട്? 2 ഹൈഡ്രജൻ ആറ്റവും 1 ഓക്സിജൻ ആറ്റം. അങ്ങനെ മൊത്തം 3 ആറ്റം. അടുത്തത് നോക്കാം. ഇപ്പം ഒരു N2 നൈട്രജൻ്റെ ആറ്റങ്ങളുടെ എണ്ണം ചോദിച്ചെന്നിരിക്കട്ടെ. N2 2N2. ഇതിൻ്റെ അകത്ത് എത്ര തന്മാത്രകളുണ്ട്? ഈ സൈഡിൽ എഴുതിയിരിക്കുന്നുണ്ട് 2. അതാണ് തന്മാത്രകളുടെ എണ്ണം. അതിൻ്റെ അകത്ത് എത്ര ആറ്റങ്ങളുണ്ടെന്ന് ചോദിച്ചാൽ 2 × 2 കാണണം. ഇതാ കണ്ട, ഇതേ കാണണം. 2 × 2 4 ആറ്റങ്ങൾ ഉണ്ട്. അടുത്ത നോക്കാം O3 എന്ന് പറയുമ്പോൾ ഓസോൺ തന്മാത്രയിൽ O3യിൽ എത്ര തന്മാത്രകളുണ്ട്? 1 തന്മാത്ര ഇല്ലേ? ഒരെണ്ണേ ഉള്ളൂ. O3യിൽ 1 തന്മാത്രയേ ഉള്ളൂ. എന്നാൽ ആറ്റങ്ങൾ എത്രയുണ്ട്? 3 × 1. ഇവിടെ 1 ഉണ്ടെന്നാണ് അർത്ഥം. 3 × 1 3 ആറ്റങ്ങളുണ്ട്. അടുത്ത നോക്കാം O2 എടുക്കാമേ. O2യിൽ എത്ര തന്മാത്രകളുണ്ട്? 1 തന്മാത്രയാണുള്ളത്. എത്ര ആറ്റങ്ങളുണ്ട്? ഈ 2 ആറ്റങ്ങളുണ്ട്. അടുത്തത് 5Na എന്നെടുക്കാം. അതിൻ്റെ അകത്ത് എത്ര തന്മാത്രകളുണ്ട്? ഈ സൈഡിൽ എത്ര എഴുതിയിട്ടുണ്ട്? 5. അതായത് 5 തന്മാത്രകളുണ്ട്. ആറ്റങ്ങളുടെ എണ്ണം എങ്ങനെ കണ്ടുപിടിക്കും? ഇവിടെ Na എന്ന് പറഞ്ഞാൽ അവിടെ 1 ഉണ്ടെന്നാണ് അർത്ഥം. അപ്പം 5 × 1 എത്രയാണ്? 5. അടുത്ത ഇത് നോക്കിയാണ് Li2CO3 ലിഥിയം കാർബണേറ്റ്. ലിഥിയത്തിൽ ഇവിടെ എത്രയുണ്ട്? ലിഥിയത്തിൽ ഇവിടെ 2 ഉണ്ട്. 1 കാർബൺ ഉണ്ട്, 3 ഓക്സിജൻ ഉണ്ട്. മൊത്തം അപ്പോൾ എത്ര ആറ്റങ്ങളുണ്ട്? മൊത്തം 6 ആറ്റങ്ങളുണ്ട്. മൊത്തം എത്ര ആറ്റങ്ങളാണുള്ളത്? 6 ആറ്റങ്ങൾ. എങ്ങനെ വന്നെന്ന് മനസ്സിലായോ? ലിഥിയം 2, 1 കാർബൺ, 3 ഓക്സിജൻ. അങ്ങനെ മൊത്തം 3 × 2 5 1 6 ആറ്റങ്ങളുണ്ട്. അപ്പം ആറ്റങ്ങളുടെ എണ്ണം എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? തന്മാത്രകളുടെ എണ്ണം എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് മനസ്സിലായല്ലോ. തന്മാത്രകളുടെ എണ്ണം ആ സൈഡിൽ കൊടുത്തിരിക്കുന്ന സംഖ്യ തന്നെ. ആറ്റങ്ങളുടെ എണ്ണം എന്ന് പറയുമ്പം എങ്ങനെയാണ്? ഈ സൈഡിൽ കൊടുത്തിരിക്കുന്ന സംഖ്യയും ഇതും കൂടി ഗുണിക്കണം. ഇവിടെ O3യിൽ സൈഡിൽ എന്തോ ഉണ്ടെന്ന് നമ്മൾ വിചാരിക്കണം. 1 ഉണ്ട്. 1 × 3 എത്രയാണ്? 3. അതാണ് ആറ്റങ്ങളുടെ എണ്ണം. ഒരു O3 തന്മാത്ര മാത്രമേ അവിടെ ഉള്ളൂ. ഇവിടെ ഒരു O2 തന്മാത്ര മാത്രമേ ഉള്ളൂ. O2 തന്മാത്രയിൽ എത്ര ആറ്റങ്ങളുണ്ട്? 2 ആറ്റങ്ങൾ ഉണ്ട്. മനസ്സിലായി നോക്കുന്നത് ഹെൻറി മോസ്ലിയെ കുറിച്ചാണ്. ഹെൻറി മോസ്ലി ആധുനിക ആവർത്തന പട്ടികയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ഹെൻറി മോസ്ലിയാണ്. ആധുനിക പീരിയോഡിക് നിയമം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ ഹെൻറി മോസ്ലിയാണ്. മൂലകങ്ങളെ രാസഗുണങ്ങളും ഭൗതിക ഗുണങ്ങളും അവയുടെ അറ്റോമിക നമ്പറിൻ്റെ ആവർത്തന ഫലങ്ങളാണ് എന്ന പീരിയോഡിക് നിയമം ആവിഷ്കരിച്ചതും ഏത് ശാസ്ത്രജ്ഞനാണ്? ഹെൻറി മോസ്ലിയാണ്. എക്സ്റേ ഡിഫ്രാക്ഷൻ എന്ന തൻ്റെ പരീക്ഷണത്തിലൂടെയാണ് മോസ്ലി മൂലകങ്ങൾക്ക് അറ്റോമിക നമ്പർ നൽകിയത്. ഏതാണ് പരീക്ഷണം? എക്സ്റേ ഡിഫ്രാക്ഷൻ. അടുത്തതായി നോക്കാം രാസസൂത്രങ്ങളാണ് കേട്ടോ. രാസസൂത്രങ്ങൾ ഏതൊക്കെയാണ്? രാസസൂത്രങ്ങളെന്ന് നോക്കാം. തുരിശിൻ്റെ രാസസൂത്രം ഏതാണ്? കോപ്പർ സൾഫേറ്റ് CuSO4 5H2O. എത്രയാണ്? 5H2O. അടുത്തത് അലക്കുകാരം ഏതാണ്? സോഡിയം കാർബണേറ്റ് Na2CO3 10H2O. Na2CO3 10H2O ആണ് ഏത്? അലക്കുകാരം സോഡിയം കാർബണേറ്റ്. അടുത്തത് അപ്പക്കാരം ഏതാണ്? സോഡിയം ബൈകാർബണേറ്റ് NaHCO3 സോഡിയം ബൈകാർബണേറ്റ്. ജിപ്സം ആകുമ്പോഴാ
കാൽസ്യം സൾഫേറ്റ് CaSO4 2H2O, നീറ്റുകക്ക കാൽസ്യം ഓക്സൈഡ് സൾഫ്യൂരിക് ആസിഡ് H2SO4, പഞ്ചസാര ഏതാണ് C12 H22O11 അതാണ് പഞ്ചസാര. അപ്പം മനസ്സിലായല്ലോ, കോപ്പർ സൾഫേറ്റ് ആണ് എന്ത് തുരിശ്. സോഡിയം കാർബണേറ്റ് അലക്കുകാരവും സോഡിയം ബൈകാർബണേറ്റ് അപ്പക്കാരം. ഇത് വീണ്ടും വീണ്ടും നോക്കി പഠിക്കണം. അപ്പം നമ്മൾ ഇന്ന് എന്തൊക്കെയാണ് നോക്കിയത്, ഏതൊക്കെ ഭാഗങ്ങളാണ്? ഐസോടോപ്പുകളും ഐസോബാറുകളും നോക്കി, ഐസോടോണുകൾ നോക്കി, അതിൻ്റെ ഉദാഹരണങ്ങൾ നോക്കി, അതെങ്ങനെയാണ് അത് വരുന്നതെന്ന് നോക്കി. പിന്നെ ശേഷം എന്താണ് അടുത്തതായി എന്താണ് നോക്കിയത്? ആറ്റങ്ങളുടെയും തന്മാത്രകളുടെയും എണ്ണം എങ്ങനെ കണ്ടുപിടിക്കും? ഹെൻറി മോസ്ലിയെക്കുറിച്ച് നോക്കി. രാസസൂത്രങ്ങൾ നോക്കി, ഓരോന്നിൻ്റെയും രാസസൂത്രങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കി. കഴിഞ്ഞ ക്ലാസ്സിൽ 2n² ഉപയോഗിച്ച് ഇലക്ട്രോണുകളുടെ എണ്ണം, ഓർബിറ്റലിൽ എത്ര ഇലക്ട്രോൺ കൊള്ളുമെന്ന് കണ്ടുപിടിക്കാൻ പഠിച്ചു. ഓക്സിഡേഷൻ സ്റ്റേറ്റ് കണ്ടുപിടിക്കാൻ പഠിച്ചു. ഇത്രയും എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. കഴിഞ്ഞ ക്ലാസ് കണ്ടിട്ടില്ലാത്തവർക്കായി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് കൊടുത്തിരിക്കാം, അതും കൂടി കയറി കാണണം കാണാത്തവർ. ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം.